ഫൈനലി KTM ഡ്യൂക്ക് 350 മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓൾറെഡി KTM 350 വരുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടേനെ പറഞ്ഞാണ് ഏപ്രിൽ തന്നെ KTM 350cc വരുന്നുണ്ടെന്നുള്ള കാര്യം കൺഫേം ആക്കിയതാണ്. ഓൾറെഡി ബജാജും ട്രയംഫ് 350cc മോഡൽ കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ ബജാജിൻ്റെ 2 മോഡലാണ്, ഒന്ന് NS 350 മറ്റൊന്ന് ഡോമിനർ 350 ആണ്. ട്രയംഫിൻ്റെ ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ബൈക്കും ഫോറിനറിലെ എല്ലാ ബൈക്കും 350ലേക്ക് ഡൗൺ സൈഡ് ചെയ്തിട്ടുണ്ട്. KTM ഡ്യൂക്ക് 350 അഡ്വഞ്ചർ 350 ഇപ്പോൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്, വണ്ടിയുടെ അത്ര പ്രൈസ് കുറഞ്ഞു, എഞ്ചിൻ്റെ ഔട്ട്പുട്ടിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡിസൈനിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. 390 എങ്ങനെയാണ് ഉള്ളത് അതേപോലെ തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ 390യും 350യും നമുക്ക് തിരിച്ചറിയാനൊന്നും പറ്റില്ല. ബാഡ്ജിങ് ഒക്കെ സെയിം ആണ്. 350ലേക്ക് അവർ ബാഡ്ജിങ് മാറ്റി എഴുതിയിട്ടൊന്നുമില്ല. 390യുടെ ഒരു സ്റ്റിക്കർ വർക്കൊക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ WP Apexൻ്റെ UST ഫോർക്കും ബാക്കിൽ WP Apexൻ്റെ മോണോ ഷോക്കാണ് കൊടുത്തേക്കുന്നത്. അതിലൊന്നും ഒരു മാറ്റമില്ല. പിന്നെ ഫുള്ളി TFT ഡിസ്പ്ലേ ആണ്. പിന്നെ ഫ്രണ്ടിൽ 320mm ഡിസ്ക് ബ്രേക്കും ബാക്കിൽ 240mm ഡിസ്ക് ബ്രേക്കാണ്. അഡ്വഞ്ചർ 350ക്കും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. UST ഫോർക്ക് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷേ അതിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. 230mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. കാർബ് വെയിറ്റ് 181 kg, സീറ്റ് വെയിറ്റ് 830mm ആണ്. പിന്നെ വണ്ടിയുടെ സ്റ്റോക്കിൻ്റെ ട്രാവലിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ രണ്ട് കാറ്റഗറിയാണ്. ഒന്ന് 390 ഡ്യൂക്കും ഉണ്ട്, ഒന്ന് അഡ്വഞ്ചറുമാണ്. അപ്പോൾ അഡ്വഞ്ചറിന് ചെറിയ കാര്യങ്ങൾ മാറ്റം ഉണ്ടാവും അതിൻ്റെ സ്പെക്സിലൊക്കെ. മേജറായിട്ട് വന്ന മാറ്റം വണ്ടിയുടെ എഞ്ചിനിലാണ്. 398cc എഞ്ചിനിൽ നിന്ന് 349cc ഡൗൺ സൈഡ് ചെയ്തിട്ടുണ്ട്. പുതിയ 390യുടെ പവർ എന്തായാലും 350ക്ക് കിട്ടില്ല. വണ്ടിയുടെ പവർ ഡ്രോപ്പിലേക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് സ്റ്റോക്കിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. സ്റ്റോക്ക് 64mm നിന്ന് 56mm മാറ്റിയിട്ടുണ്ട്. ബോർ സൈസ് 89mm ആണ്. അതിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. വണ്ടിയുടെ ഓവറോൾ പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4 bhpക്ക് മുകളിൽ പവർ കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 5 Nm അടുത്ത് ടോർക്കും കുറഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. വണ്ടിയുടെ പവർ ഡ്രോപ്പിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് 349cc എഞ്ചിനിൽ 40.5 bhp പവറും 33.5 Nm ടോർക്കുമാണ്. 6 സ്പീഡ് ട്രാൻസ്മിഷനും കൊടുത്തിട്ടുണ്ട്. ഇതേ എഞ്ചിൻ തന്നെയാണ് അഡ്വഞ്ചർ 350ക്കും കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഴയ ഡ്യൂക്കിൻ്റെ പെർഫോമൻസ് കിട്ടുമെന്ന് വിചാരിക്കേണ്ട, അതിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്തായാലും. ഇപ്പോൾ GSTൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ് KTM ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഇപ്പോൾ വണ്ടിക്ക് എന്തായാലും പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. 390യേക്കാൾ ഏകദേശം ഒരു 61,000 രൂപയോളം വണ്ടിക്ക് കുറഞ്ഞിട്ടുണ്ട് പ്രൈസിങ്ങിൽ. KTMൻ്റെ ബൈക്ക് എടുക്കാൻ പോകുന്നവർക്ക് 2 ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ 390യിൽ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 390 എടുക്കാം, അതിന് നല്ല പവർ ഉണ്ടാവും, പ്രൈസും അതേപടി കൂടും. 350യിലെ പുതിയ പ്രൈസിങ് ഞാൻ പറയാം. ഡ്യൂക്ക് 350ക്ക് 2,77,000 രൂപയും അഡ്വഞ്ചർ 350ക്ക് 2,80,900 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. 350cc ചെറിയൊരു ബെനിഫിറ്റ്, വണ്ടിയുടെ മൈലേജിൽ ചെറിയ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രാക്ടിക്കലായിട്ട് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ചെറിയൊരു പൊടിക്ക് മൈലേജ് കൂടാൻ സാധ്യതയുണ്ട്.